മാലിന്യം എറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം തിരഞ്ഞെടുക്കുന്നത് രാവിലെ 5 മണിക്കും രാവിലെ 6:30ക്കും ഇടയിലുള്ള സമയമാണ്. വെളിച്ചം വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മാലിന്യം എറിയുന്നതിൽ നിന്നൊക്കെ ഒരുവിധം നമ്മുടെ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഈ കോർപ്പറേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതായാലും ഒരു സ്ക്വാഡിനെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെ കയ്യോടെ പിടികൂടാനും അവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള വലിയ തുക പിഴ ഈടാക്കുകയും ചെയ്തിട്ടുള്ള അത് കൃത്യമായിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ മാധ്യമങ്ങൾ വഴി പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ കാര്യത്തിൽ നിന്നും പൊതുജനങ്ങൾ പിന്മാറുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ ഇത്തരം കാര്യങ്ങളിൽ രാവിലെ സൈക്ലിങ്ങിനും നടക്കാനും പോകുന്നവര് ഇങ്ങനത്തെ പലരെയും പിടിച്ചിട്ട് തിരിച്ച് അവരുടെ അടുത്ത് ഈ മാലിന്യം തിരിച്ചു കൊടുത്തയച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്ര പോലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ കേരള ഹൈക്കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് ഇതിനൊരു അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് കോടതിയിലെ ഒരു അഫിഡവിറ്റ് സമർപ്പിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള തെളിവുകൾ ഉണ്ടാക്കുക എന്നതിനപ്പുറം ഇത് യാതൊരുവിധ ഫോളോ അപ്പും ചെയ്യില്ല. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വീണ്ടും ആവർത്തിക്കപ്പെടും. നമ്മുടെ ഇവിടുത്തെ തോടുകൾ തിരുവനന്തപുരത്തെ ആയാലും കൊച്ചിയിലേതായാലും കോഴിക്കോട്ടെ ആയാലും പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ള കുറെ തോടുകളുണ്ട്. ആ തോടുകളിലൂടെ കൃത്യമായിട്ടുള്ള വെള്ളം ഒഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് ഉണ്ടാവില്ല. പക്ഷെ വെള്ളം ഒഴുകാത്തതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? ഈ മാലിന്യം അടിഞ്ഞുകൂടിയിട്ട് എല്ലാ ഭാഗത്തും വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയാണ്. അപ്പൊ ഇതിനൊക്കെ ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ കുത്തിന് പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു നിലയ്ക്കും അടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നികുതി ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോഴും അത് കൊടുക്കാൻ അവർ പ്രേരിതരാകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യാനാണ്. പക്ഷെ അതിൽ വീഴ്ച വരുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത് കൊണ്ടാണ് കേരള ഹൈക്കോടതിക്ക് സത്യത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരുന്നത്. കേരള ഹൈക്കോടതിയുടെ ബെഞ്ച് കൊച്ചിയിലായതുകൊണ്ട് ഞങ്ങളെ പോലുള്ളവരൊക്കെ സന്തോഷിക്കുകയാണ്. കാരണം എന്ത് പ്രശ്നങ്ങൾക്കും സ്വയം അവര് സ്വമേധയാ കേസെടുക്കുന്നു, ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിനെ ശാസിക്കുന്നു. കേരള ഹൈക്കോടതി ഇല്ലെങ്കിൽ നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷന്റെ ഭരണം എവിടെ ചെന്ന് എത്തി നിൽക്കും എന്നുള്ള ഒരു അവസ്ഥയിലാണ്. ഹൈക്കോടതിക്കൊക്കെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ ഇടപെടേണ്ടി വരുന്നു എന്ന് പറയുമ്പോഴും ദൗർഭാഗ്യകരമായ കാര്യമല്ലേ ശ്രീ എം കെ ഹരിദാസ്? 1-2 സംഭവങ്ങൾ, മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച ഒരു സംഭവം എറണാകുളം ജില്ലയിൽ നമ്മൾ കണ്ടതാണ്. ഒരു ബസ് സ്റ്റാൻഡ് മാലിന്യം, അത് പല വർഷങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് നടപടിയെടുക്കാതെ ഗതാഗത മന്ത്രി വരുന്നു എന്നറിഞ്ഞപ്പോൾ അവിടെ പ്രശ്നം പരിഹരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ മാത്രം മതിയോ? എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല? അതല്ലേ ജനങ്ങളും ചോദിക്കുന്നത്. എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും 1% ആത്മാർത്ഥത ഈ കാര്യത്തിൽ ജനങ്ങളോടും നമ്മുടെ ഈ സമൂഹത്തോടും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ണു തുറക്കൽ ഉണ്ടായിരിക്കും. കേരള ഹൈക്കോടതി ഇപ്പോ അവിടുന്ന് പറയാത്തൊരു കാര്യം പറയുകയാണ് ഞാൻ. പൊതുസ്വത്തിൽ കൊടികളും തോരണകളും കെട്ടരുത് എന്ന് പറഞ്ഞിട്ട് ഈ ഹൈക്കോടതി 3-4 പ്രാവശ്യം വിലപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഉദ്യോഗസ്ഥരെ ഹൈക്കോടതിയിലേക്ക് വിളിച്ചു വരുത്തേണ്ടി വന്നു. കൃത്യമായിട്ട് അത് കെട്ടരുത് എന്ന് പറയാനുള്ള ഇച്ഛാശക്തി നമ്മുടെ കോർപ്പറേഷനിൽ ഉദ്യോഗസ്ഥർക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് ഹൈക്കോടതി അത് പറയേണ്ടി വരുന്നത്. ലൈൻ ട്രാഫിക് വേണമെന്ന് ഹൈക്കോടതി 4-5 തവണ പറഞ്ഞിട്ടുള്ള കൊച്ചിയിൽ വന്നിട്ട് യാത്ര ചെയ്യുന്ന ആർക്കെങ്കിലും ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സുകളിൽ ലൈൻ ട്രാഫിക് പാലിക്കുന്നത് കാണിച്ചു തരാൻ സാധിക്കുമോ? ഏതെങ്കിലും ഓട്ടോറിക്ഷകളിൽ ലൈൻ ട്രാഫിക്കുകൾ ചെയ്യുന്നത് കാണിച്ചു തരാൻ പറ്റുമോ?